പുറത്ത് പോയിട്ട് വന്നപ്പോൾ മുതൽ അവൾ ആകെ മൂഡ് ഓഫ് ആണല്ലോ. കാര്യം എന്താന്ന് വല്ലതും പറഞ്ഞോ വിപിയോട്? ഇല്ല, ഞാനത് ശ്രദ്ധിക്കായിരുന്നില്ല. കൂടുതൽ ചോദിച്ച് അവളെ പ്രഷർ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. സംഗതി വേറൊന്നും ആയിരിക്കില്ല. കോളേജ് ഇഷ്യൂവിന്റെ ഹാങ് ഓവർ തന്നെ ആയിരിക്കും. പോരാത്തതിന് മുരളി അശ്വതിയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. മുരളി അശ്വതിയൊന്നും അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ഇന്ദിരാമ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. ആ, ചിലപ്പോ അങ്ങനെയാവാം. ഏതായാലും നമ്മൾ അതേക്കുറിച്ചൊന്നും അവളോട് ചോദിക്കണ്ട. എല്ലാം പഴയതുപോലെ ഒന്ന് ട്രാക്കിലാവാൻ 3-4 ദിവസം എടുത്തേക്കും. വിപി, നമുക്ക് രണ്ടും കൂടെ കോളേജിൽ പോയി ആ പ്രിൻസിപ്പളിനൊന്ന് കണ്ടാലോ? എന്തിന്? അല്ല, ഇതുപോലെ ഇനിയൊന്നും ഉണ്ടാകില്ലെന്ന് നമ്മുടെ ഭാഗത്തുനിന്നൊരു അഷ്വറൻസ് ഉണ്ടായാ ചിലപ്പോ അപ്പുവിന്റെ സസ്പെൻഷൻ പീരീഡ് ഒന്ന് കുറച്ച് കിട്ടിയാലോ? ഹേയ്, അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കോംപ്രമൈസിന് അവർ വില്ലിങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പോയി കാണാം അവരെ. താൻ കൂടി വന്നാൽ അവരുടെ ഷോ ഓഫ് കൂടുകയുള്ളൂ. എനിക്കതല്ല പേടി. അപ്പു കൂടെയില്ലാത്തോണ്ട് മാളും ക്ലാസ്സിന് പോകാൻ മടിക്കും. അത് മുരളിക്കും അശ്വതിക്കും ഒരു പ്രശ്നമാകില്ലേ? അപ്പു കാരണം അവരുടെ കുട്ടിയുടെ ഭാവി കൂടി ഇല്ലാതാകുമോ എന്ന് പേടിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അധികം ഉത്കണ്ഠപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. 1 മാസത്തെ കാര്യമല്ലടോ, അത് അവളെ മാനേജ് ചെയ്തോളും. ഹലോ. ആ മുരളി, വാ ഇരിക്ക്. രണ്ടുപേരും ഇവിടെ എന്തോ കാര്യമായ ഡിസ്കഷൻ ആണല്ലോ. എനിത്തിങ് സീരിയസ്? ആ, സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക്ക് ശ്രീമതിയുടെ ചില സില്ലി ഡൗട്ട്സിനിടയിൽ മുങ്ങിപ്പോയെന്നുള്ളതാണ് സത്യം. അടുത്ത ആഴ്ച ചെന്നൈയിൽ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ട്. വേണമെങ്കിൽ അത് ഓൺലൈനിൽ കണ്ടക്ട് ചെയ്യാം. പക്ഷേ ഒരു ലൈവ് പ്രസന്റേഷനാണ് അവർക്ക് താല്പര്യം. അമ്പിമാമൻ കൂടി സ്ഥലത്തില്ലാത്തതുകൊണ്ട് യാത്ര വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അമ്പിമാമൻ ഇല്ലാത്തതുകൊണ്ട് യാത്ര വേണ്ടെന്ന് വെക്കണ്ട. VP ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നെക്സ്റ്റ് വീക്ക് എനിക്ക് ഏതായാലും ടൂറൊന്നുമില്ല. വരട്ടെ, 2-3 ദിവസത്തിനകം കൺഫേം ചെയ്താൽ മതി. ഞാൻ ചായ എടുക്കാം, നിങ്ങൾ സംസാരിക്കും. ഞാൻ വന്നത് VPയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാനാ. എന്താടോ? തൽക്കാലം ഗീത അറിയണ്ട. VP പിന്നെ പറഞ്ഞാൽ മതി. വാ, നമുക്ക് പുറത്തോട്ട് നിൽക്കാം. VPക്ക് കേട്ടിട്ട് എന്തു തോന്നുന്നു? ഒറ്റ വാക്കിലൊരു മറുപടിയാണ് വേണ്ടതെങ്കിൽ നോൺസെൻസ് എന്നേ ഞാൻ പറയും. മുരളി, നിങ്ങൾക്കിത് എന്താ പറ്റിയത്? ഐ എം വെരി സോറി ടു സേ. തന്നെ അശ്വതിയും പോലുള്ള ആളുകളിൽ നിന്ന് ഞാൻ ഇങ്ങനൊരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ചെറുപ്രായത്തിൽ മാളുവിനെ കല്യാണം കഴിപ്പിച്ച് അയക്കാനോ? നോ, ഞാനത് സമ്മതിക്കില്ല. ഈ ആലോചന നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്യാം. ആദ്യം ഇതൊക്കെ കേട്ടപ്പോൾ VPയെ പോലെ എനിക്കും ഇതൊരു ഫൂളിഷ്നെസ് ആയിട്ടാണ് തോന്നിയത്.
പക്ഷെ ആ പയ്യന്റെ ബ്രദറിലോ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്തപ്പോൾ അതങ്ങനെ അങ്ങ് തള്ളിക്കളയേണ്ടെന്ന് തോന്നി. മാത്രമല്ല ആ പയ്യനുമായിട്ട് സംസാരിച്ചപ്പോൾ ആള് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നുകയും ചെയ്തു. മാളുവിൻ്റെ കാര്യത്തിൽ അയാൾക്ക് ഒരു സീരിയസ് ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണല്ലോ വീട്ടുകാരുമായി അയാൾ ഡയറക്റ്റ് നമ്മളെ അപ്രോച്ച് ചെയ്തത്. പിന്നെ കേട്ടെടുത്തോളം ആ പയ്യന്റെ ചുറ്റുപാടും വളരെ ഹെൽത്തിയാണ്, ഫിനാൻഷ്യലി സൗണ്ടുമാണ്. ഓക്കെ, ഞാനിതൊന്നും ഡിനേ ചെയ്യുന്നില്ല. പക്ഷെ മാളുവിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് താൻ ഇതിനൊന്ന് കണ്ടുനോക്ക്. ഭാവിയെക്കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളാണ് അവൾക്കുള്ളത്? സ്വന്തം കരിയറിൻ്റെ കാര്യത്തിൽ അപ്പുവിനേക്കാൾ അംബീഷ്യസ് ആണോ അവള്? അതെനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും നിങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഒരു കുടുംബജീവിതത്തിലേക്ക് തള്ളിവിടാൻ മാത്രം പ്രായമായിട്ടില്ലേ നമ്മുടെ മക്കൾക്ക്? അതൊക്കെ ശരിയാ. ഉടനെ ഒരു വിവാഹത്തെക്കുറിച്ച് അരുണോ അയാളുടെ വീട്ടുകാരോ നിർബന്ധം പിടിക്കുന്നില്ല. പരസ്പര സമ്മതമാണെങ്കിൽ വാക്കാലോ ചടങ്ങാലോ ഒരു ഉറപ്പ്, അത്രേ അയാൾ ആവശ്യപ്പെടുന്നുള്ളൂ. കല്യാണം പിന്നെ അവനൊന്ന് സെറ്റിലായതിനു ശേഷം മതി. ഒരുമിച്ച് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരേ ക്ലാസ്സിലാണോ? അല്ല, അരുൺ സീനിയറാ. വിപിക്ക് അറിയാലോ, മാളുവിൻ്റെ ജാതകത്തിൽ 23 വയസ്സിനകം കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 30 വയസ്സ് കഴിഞ്ഞേ അവൾക്ക് വിവാഹയോഗം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് ഈ വക കാര്യത്തിലാണെങ്കിൽ വലിയ വിശ്വാസമാണ്. പ്രായം ചെന്ന ആൾക്കാരെ നമ്മളായിട്ട് വിഷമിപ്പിക്കാനും പാടില്ലല്ലോ. അതുമാത്രമല്ല, പയ്യനെയും പയ്യന്റെ വീട്ടുകാരെയും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. നിങ്ങളുടെ ഇഷ്ടമൊക്കെ അവിടെ നിൽക്കട്ടെ. വാട്ട് അബൌട്ട് മാളു? അവൾക്ക് ഇഷ്ടമാണോ? അതാണല്ലോ അറിയേണ്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ അവൾക്കൂടെ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അരുൺ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായി വരാൻ ധൈര്യം കാണിച്ചത്. ശരി, എന്നാ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ നടക്കട്ടെ. അങ്ങനെ പറഞ്ഞ് വി പി ഒഴിഞ്ഞു മാറരുത്. ഞാനിപ്പോൾ വന്നത് വി പിയുടെ ഒരു സഹായം ഉദ്ദേശിച്ചിട്ടാ. സഹായോ? അതെ, അരുണിനെ ഒന്ന് വി പി നേരിട്ട് കണ്ട് സംസാരിക്കണം. ഞാനോ? എന്തിന്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മുരളി? ആവശ്യമുണ്ട്. പയ്യനെ വി പി ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അയാളുടെ ക്യാരക്ടർ നമുക്ക് കിട്ടുമല്ലോ. വി പി ഓക്കെ പറഞ്ഞാലേ എനിക്കും അശ്വതിക്ക് വിശ്വാസമാവും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ഉപേക്ഷ വിചാരിക്കരുത്. ശരി, നോക്കാം. പറ്റിയ ഇന്ന് തന്നെ അരുണിന്റെ നമ്പർ ഞാൻ മെസ്സേജ് ചെയ്യാം. സൗകര്യം പോലെ വി പി ഒന്ന് വിളിച്ചാൽ മതി. കല്യാണം എന്തായാലും 1.5 വർഷം കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് അപ്പോഴേക്കും അപ്പുവിന് പറ്റിയൊരു ബന്ധം എവിടെന്നെങ്കിലും നോക്കിയാലോ? 2 കല്യാണം കൂടെ ഒരുമിച്ചങ്ങ്. ഏയ്, നോ നോ, അപ്പോൾ എന്തായാലും അത് സമ്മതിക്കില്ല. തന്നെയല്ല, ഇത്ര ചെറുപ്പത്തിലെ ഞങ്ങൾക്കും അതിന് താല്പര്യമില്ല മുരളി. അവളതിന് മാനസികമായി തയ്യാറാവുന്ന സമയത്തെ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കൂ. ശരി, എന്തായാലും അരുണുമായിട്ട് സംസാരിക്കുന്ന കാര്യത്തിൽ വി പി ഉപേക്ഷ വിചാരിക്കരുത്. പറ്റിയ ഇന്ന് തന്നെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തത്ര ധൃതി? ഗീത ചായ എടുക്കണ്ട്? ഹേയ് വേണ്ട, ഇപ്പൊ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. പോട്ടെ, സൈറ്റിലൊന്ന് പോണം.